सोचा है ये कि रात और दिन. ശ്രേയ ഘോഷാലിനെ ഞെട്ടിച്ച ഗായിക, അതാണ് ഇപ്പോഴത്തെ ടൈറ്റിൽ. What a beautiful voice, Vishnu Maya. तुझे प्यार करेंगे हम. ആദ്യമായിട്ടാണ് സാരി ഉടുത്തതെന്ന്. സാരി ഉടുക്കുന്നത് ആദ്യമായിട്ടല്ല, അന്ന് അമ്മേന്റെ ഹെൽപ്പ് ഇല്ലാതെ ആദ്യമായിട്ടാണ് സാരി ഉടുക്കുന്നത്. 12 years ആയപ്പോൾ എനിക്ക് ഒരു ഹിന്ദി റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, കളേഴ്സിൽ. ശങ്കർ മഹാദേവനൊക്കെ അതിനപ്പുറത്തേക്ക് ഒരു അവാർഡ് എന്ന് പറയുന്നത് ഞാനായിരുന്നു സൗത്ത് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത ഏക കണ്ടസ്റ്റന്റ്. जिया चले जान चले नैनो तले धुआं चले धुआं चले. റാണി മുഖർജി വരുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ആഡ് ഷൂട്ടൊക്കെ ചെയ്തിരുന്നു റാണിജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ആലിയ ഭട്ട്, വരുൺ ധാവൻ, വരുൺ ചേട്ടൻ്റെ കൂടെ എനിക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റി. വട്ടമിട് വിഷ്ണുമായാണ് നമുക്കിപ്പോൾ. ഹായ് വിഷ്ണുമായ. ഹായ്. ശ്രേയ ഘോഷാലിനെ ഞെട്ടിച്ച ഗായിക, അതാണ് ഇപ്പോഴത്തെ ടൈറ്റിൽ. ഭയങ്കര രസമുള്ള ഒരു പരിപാടിയല്ലേ? അതെ, അത്യാവശ്യം. നമ്മൾ എവിടെയാണ് ശ്രേയ ഘോഷാലിനെ വെച്ചിരിക്കുന്നത്, അയാളെ ഞെട്ടിക്കുക, അങ്ങനെ ഒരു റീല് വൈറലായിട്ട് ഓടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. എന്തായിരുന്നു അതിന്റെ ഒരു ഫീല്? ഇപ്പോഴും തുടരുന്ന എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ടോ? എക്സൈറ്റ്മെന്റ് ഉണ്ട്, കാരണം ഞാൻ ഈ ഒരു ജനറേഷനിൽ ഒരുപാട് ലുക്കപ്പ് ചെയ്യുന്ന ഒരു സിംഗറാണ് ശ്രേയാജി എന്ന് പറയുന്നത്. ആദ്യം ഞാൻ മീറ്റ് ചെയ്യുന്നത് സ്റ്റാർ സിംഗറിൽ വെച്ചിട്ടാണ് ശ്രേയ ചേച്ചീനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക് മനസ്സിൽ. പിന്നെയും കാണാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലല്ലോ. അപ്പം രണ്ടാമതും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം പാട്ട് ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് അറിഞ്ഞത് ഭയങ്കര സന്തോഷമായി. അതിൽ സാരി കൊടുത്ത് ഭയങ്കര സുന്ദരിയായിട്ട് പോയി നിൽക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് സാരി ഉടുത്തത്. സാരി ഉടുക്കുന്നത് ആദ്യമായിട്ടല്ല, അന്ന് അമ്മേന്റെ ഹെൽപ്പ് ഇല്ലാതെ ആദ്യമായിട്ടാണ് സാരി ഉടുക്കുന്നത്. ഫസ്റ്റ് ടൈം സ്വന്തമായിട്ട്. ഞാൻ സാരി പൊതുവെ അങ്ങനെ ഉടുക്കാറില്ല, എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല പാട്ട് പാടുമ്പോൾ. പ്രത്യേകിച്ച് എന്തെങ്കിലും ഫോട്ടോ എടുക്കാനൊക്കെ അമ്മ ഇങ്ങനെ സഹായിച്ചിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്ത് ഇങ്ങനെ അത്രേ ഉള്ളൂ. പക്ഷെ ഈ ടൈം ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു മുംബൈയിൽ. അപ്പം അമ്മേന്റെ ഹെൽപ്പ് ഇല്ലാതെ ആദ്യമായിട്ടാണ് സാരി എടുത്തിട്ട് പാട്ട് പാടി. അങ്ങനെയാണെങ്കിൽ MJയുടെ കാത്തിരുന്നു പാടിയാൽ മതി. MJ ആണല്ലോ ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ട് പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് ആ പാട്ട് പാടാം. ഓരോ നേരം തോറും നീളും യാമം തോറും നിന്റെ ഓർമ്മയാലിരിഞ്ഞിടുന്നു ഞാൻ. ഓരോരോ മാരിക്കാറും നിന്റെ മൗനം പോലെ എനിക്കായി പെയ്യുമെന്നു കാത്തു ഞാൻ. കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി, വേനലിൽ ദലങ്ങൾ പോയി, വളകളൂർന്നു പോയി. വളകളൂർന്നു പോയി. റഫീഖ് സാറിൻ്റെ ഭയങ്കര രസമുള്ള വരികളാണ്. ശരിക്കും ഹൈറമ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അന്ന് വരെ അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇമോഷൻസൊക്കെ കുറച്ചൊരു വൈൽഡായിട്ടാണത്, ആനിമൽ സ്വഭാവത്തിലാണത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. ഒരുപക്ഷെ റോജയും ബോംബെയൊക്കെ കണ്ടുവെങ്കിലും നമ്മൾ രംഗീല വരുന്ന സമയത്ത് വേറെ ഏഹാറുമാനെ കണ്ടതുപോലെ ഒരു ഫീലായിരുന്നു. ഹരിഹരൻ സാറും സ്വർണ്ണലത മാമാണ് പാടിയത്. അടിപൊളി പാട്ട്. ആ പാട്ട് പാടിയിട്ട് പോയാൽ മതി, കാരണം വൈറലായത് ആ പാട്ടാണല്ലോ. ആ പാട്ട് പാടാം നമുക്ക്. तौबा मेरी तौबा अब क्या सितम है, कैसे जिद करने लगे, जाने तुमने क्या क्या सोचा आगे आगे, हम तो अब डरने लगे. अरे सोचा है ये कि रात और दिन तुझे प्यार करेंगे हम, डरते हो क्यों हो जाने मन, मेरे प्यार से
हम काबू में कैसे रहे जाओ हमको तो आती शर्म है तेरी ऐसी अदा पे तो फिदा हम हैं. ഇത് നിർത്തരുതെന്നാണ് ആഗ്രഹിക്കുക. ഓഡിഷൻ നടക്കുന്ന സമയത്ത് ജഡ്ജസിൻ്റെ എക്സ്പ്രഷൻസും നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവരെന്നുള്ളത്. അത് ചിലപ്പോൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇല്ല, ഞാൻ വീഡിയോ ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു കിക്ക് കിട്ടിയതല്ലേ അവരെങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണ് ഇന്ത്യൻ ഐഡലിലേക്ക് എത്തുന്നത്? ഇന്ത്യൻ ഐഡൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 12 ഇയേഴ്സ് ആയപ്പോൾ എനിക്ക് ഒരു ഹിന്ദി റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, കളേഴ്സിൽ. അപ്പോൾ അതിൽ ഞാൻ റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ എല്ലാ വർഷവും ഹിന്ദി റിയാലിറ്റി ഷോസിന് കൂടുതൽ കോള് വരാറുണ്ട് എനിക്ക്, സരിഗമപ, ഇന്ത്യൻ ഐഡലൊക്കെ. പിന്നെ ഞാനൊരു ഗ്യാപ്പ് എടുത്തു. അതിനുശേഷം സ്റ്റാർ സിംഗർ മലയാളത്തിലാണ് ചെയ്തത്. അപ്പം ഈ വർഷം എന്തോ ഫാമിലി മെമ്പേഴ്സും റിലേറ്റീവ്സൊക്കെ പറഞ്ഞു ഇങ്ങനെ ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ എന്നിങ്ങനെ പറഞ്ഞു, എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്, നല്ല അടിപൊളി ഷോ അല്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ കോൾ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പോയി. അപ്പോൾ ആദ്യം ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികളിൽ നിന്നാണ് ഇവർ ഈ ഫിൽട്രേഷൻ നടത്തുന്നത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഓഡിഷൻസ് നടത്തി 2 പേര് അങ്ങനെയായിരുന്നു വന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു 1000-3000 അതിനിടയിൽ വന്നു. അതിൽ നിന്ന് പിന്നെയും നടത്തി ലാസ്റ്റ് ഫൈനൽ ഓഡിഷനാണ് കണ്ടത്. അതൊരു ടോപ്പ് 30-ലാണ് എത്തിയത്. അപ്പോൾ അതിലായിരുന്നു സെലക്ട് ആയത് ഈ പാട്ട് പാടിയിട്ട്. എന്നിട്ട് റൗണ്ട് എങ്ങനെയായിരുന്നു? റൗണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ തിയേറ്റർ റൗണ്ടായിരുന്നു വന്നത്. അപ്പം അതിൽ ഞാൻ പാട്ട് പാടി. അപ്പം അതിലെനിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് അവിടുന്ന് അതെന്നെ പാട്ടിനെ എഫക്റ്റ് ചെയ്തു. കുറച്ച് ബ്രീതിങ് ഇഷ്യൂസ് ഒക്കെ പോലെ വന്നു. അപ്പം നാട്ടിൽ വന്നു, പിന്നെ പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ കളേഴ്സിന്റെ ഷോയിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശങ്കർ മഹാദേവനൊക്കെ നിങ്ങളുടെ സൗണ്ട് ലൈക്ക് ചിത്ര ചേച്ചിയുടെ ചെറുപ്പമാണെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്കൊരു അവാർഡ് എന്ന് പറയുന്നത് 12 വയസ്സുകാരിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡല്ലേ അത്രയും വലിയൊരു സിംഗർ പറയുന്നത്. ആ ഷോയില് ഭയങ്കര ഇതാണ്, അത്ഭുതമാണ് എനിക്കിപ്പോഴും അത് ആലോചിക്കുന്ന സമയത്ത്. അന്ന് എനിക്ക് 12 വയസ്സുള്ള സമയത്ത് ഇങ്ങനെ വിളിച്ചു. ഇതേപോലെ തന്നെ അന്ന് ഞാൻ തമിഴ് റിയാലിറ്റി ഷോ ഒക്കെ ചെയ്ത ആ ഒരു ബേസിസിൽ എൻ്റെ പേരൊക്കെ അറിയുന്നതുകൊണ്ട് വിളിച്ചു. അപ്പം ഞാൻ പോയപ്പം അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് ലൈവ് റിയാലിറ്റി ഷോ ആണെന്ന്. പൊതുവേ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, റിയാലിറ്റി ഷോ എന്ന് പറയുമ്പം ഈ നേരത്തെ ഷൂട്ട് ചെയ്ത് വെക്കുക, പിന്നീട് ടെലികാസ്റ്റ് ചെയ്യുക. ലൈവിൽ എന്തെങ്കിലും പറ്റിയാലും നമുക്ക് ഇത് ലൈവ് അല്ല എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവുമല്ലോ മനസ്സിൽ. ഗ്രൂമിംഗ് ഉണ്ടാവും നമുക്ക്. പക്ഷെ നമുക്കെല്ലാം ഒരു 1 വീക്കിന്റെ ഡ്യൂറേഷനിലാണ് ഗ്രൂമിങ്, അതിനുള്ള ആഡ് ഷൂട്ട്, പിന്നെ ടെക്നിക്കൽ റിഹേഴ്സൽ. ഫൈനലി സാറ്റർഡേ സൺഡേ ലൈവ് ആയിരിക്കും കളേഴ്സ് TV-യിൽ ലൈവ്. അപ്പോൾ അതറിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഓക്കെ ബൈ, നമുക്ക് പോവാം, എനിക്ക് പറ്റില്ല അങ്ങനെ പറഞ്ഞു. കാരണം പിന്നെ ഏജ് ലിമിറ്റ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ നോർമൽ റിയാലിറ്റി ഷോ പോലെ ഒരു 12 എന്നൊക്കെ പറയുമ്പോൾ ഒരു 25 or 30 ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോയി. അവിടെ എത്തി പറഞ്ഞു ഈ ഒരു ഷോ ഒരു പ്രത്യേക ഏജ് ലിമിറ്റ് ഒന്നുമില്ല, 6 വയസ്സ് മുതൽ 60 വയസ്സുള്ള ആൾക്കാർക്ക് വരെ മത്സരിക്കാം എന്നുള്ളത്. പിന്നെ ഈ സോളോ സിംഗിങ് മാത്രമല്ല, അതിലെ എല്ലാ കൈൻഡ്സ് ഓഫ് മ്യൂസിക്, എങ്ങനെയാ പറയാം, ബാൻഡ്, ട്രയോ, ഡുവോ, അങ്ങനെയൊക്കെയുള്ള പല, ഹാർമണി, കോറസ്, ആഫ്രീൻ ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ പല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഓക്കെ ഇല്ല, ഞാനായിരുന്നു സൗത്ത് ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത ഏക കണ്ടസ്റ്റൻറ്റും. അപ്പോൾ അവിടെ എത്തി ജസ്റ്റ് ഫൈനൽ ഓഡിഷന് പാടി ജിയാ ജലെ എന്ന് പറഞ്ഞ പാട്ട്. അപ്പോൾ പാടിയ സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ അവിടുത്തെ സ്റ്റേജൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ജഡ്ജസിനെ കാണാൻ പറ്റില്ല. എക്സ്പേർട്സ് ഇങ്ങനെ മുമ്പിലിരിക്കും, ഒരു വലിയ വാളുണ്ട് നമ്മളെ മുമ്പിൽ, അതിൽ ലൈവ് വോട്ടിംഗ് നടക്കും. ഇന്ത്യ മൊത്തം ഇങ്ങനെ ലൈവായിട്ട് ഷോ എയർ ആവുമ്പോൾ വോട്ടിംഗ് നടക്കും. ആ വോട്ടിങ്ങിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് കിട്ടിയാൽ മാത്രമേ ആ വാള് പൊന്തുള്ളൂ. എന്നിട്ടേ നമുക്ക് ജഡ്ജസ് എന്താണ് റിയാക്ഷൻ എന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പാടിയപ്പോൾ ഫസ്റ്റ് എൻ്റെ കയറുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ ആ ഒരു ആഡ്ലി പോലെ ഒരു സംഭവം ലാസ്റ്റ് പാടുന്ന സമയത്ത് ഇതങ്ങ് കയറി. എന്നിട്ട് പിന്നെ കമൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് ഫുൾ ഞാൻ ബ്ലാങ്ക് ഔട്ടാണ്, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ശങ്കർജി പറഞ്ഞു ഒരുപാട് ഇഷ്ടമായി, ബഹുത് അച്ഛാ ഗായ എന്നൊക്കെ പറഞ്ഞു, യു സൗണ്ട് ലൈക്ക് എ യങ് ചിത്ര എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര കോംപ്ലിമെൻ്റ് ആയിട്ട്, കോംപ്ലിമെൻറ്റിലുപരി അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കാണുന്നത്. അപ്പം അത്രയും വലിയൊരു ലെജൻഡറി സിംഗർ ശങ്കർ മഹാദേവൻ സാർ അങ്ങനെ പറയുമ്പം അതെനിക്കും ഒന്നും കൂടെ ഒരു റെസ്പോൺസിബിൾ ആയിരിക്കണം ഞാൻ പാട്ടിൻ്റെ കാര്യത്തിൽ, ഒന്നും കൂടെ ഞാൻ ചെയ്യണം എന്നുള്ള ആ ഒരു ഇതാ വരുന്നത്. ഓക്കെ.
देखते हैं तन मेरा मन में चुभती है नजर होंठ सिल जाते उनके नर्म होठों से मगर गिनती रहती हूँ मैं अपनी करवटों के सिलसिले क्या करूँ कैसे कहूँ रात कब कैसे डले जिया चले जान चले नैनों तले धुआं चले रात भर धुआं चले जानू ना सके रे जिया चले जान चले जिया जले जिया चले जा जले जिया जले ഓ ആ ഷോയിൽ ശരിക്കും റാണി മുഖർജിയൊക്കെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ നമുക്കൊരു കുളിരാണ് എന്ന് വെച്ചാൽ മലയാളി ഒരു ഫീൽ ഉണ്ടല്ലോ. നമ്മുടെ ഒരു കുട്ടി അവിടെ പോയിട്ട് റാണി മുഖർജിയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഷോ കഴിയുമ്പോഴായിരിക്കും ശരിക്കും അതിൻ്റെ ഒരു ഫീൽ കിട്ടുക. എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഇത്രയും വലിയ പുകഴ്ത്തൽ കിട്ടിയെന്നുള്ളത്? സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് എനിക്ക് റിയലൈസ് ചെയ്യാനുള്ള ഒരു ബുദ്ധി പൊതുവെ ഉണ്ടാവാറില്ല ഇങ്ങനെ ശരിക്കും ഇത്ര വലിയ ആൾക്കാരാണ് മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു നിമിഷം അത് കേട്ട് ഹാപ്പി ആവാന്നല്ലാതെ പിന്നീട് ആ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് ഇത്രയും വലിയ സിംഗേഴ്സ് ആയിരുന്നു എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്, അത്രയും വലിയ ആൾക്കാരുടെ മുമ്പിലാണല്ലോ ആ പാട്ട് പാടിയെന്നുള്ള ഒരു റിയലൈസേഷൻ തന്നെ വരുന്നത്. അപ്പോൾ റാണി മുഖർജി വരുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് ആഡ് ഷൂട്ടൊക്കെ ചെയ്തിരുന്നു റാണിജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ചാനൽ കുറച്ച് ഒരു മ്യൂസിക്കൽ ഒരു സെഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും റാണിജിയായിട്ട്. അപ്പം ഞാനാണ് ആ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് റാണിജീനെ കയറ്റിയത് സ്റ്റേജിലേക്ക്, റോസൊക്കെ കൊടുത്ത് പാട്ടൊക്കെ പാടി അങ്ങനെ. അപ്പം ഞാൻ ചുപ്കേസെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പാടി. അതെ, അപ്പൊ റാണിജി പറഞ്ഞു ഐ ഹോപ്പ് ആ മേരെ ഫിലിം മേ പ്ലേ ബാക്ക് കരേ എന്ന് പറഞ്ഞു. അതൊക്കെ വലിയ കോംപ്ലിമെന്റ് ആയിട്ടാണ് കാണുന്നത്. വോയിസിനെ കുറിച്ച് ഒരുപാട് കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റാണിജി. ഇത്രയും നമ്മളിങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ കാണാൻ തന്നെ പറയുന്നത് ഒരു ഭാഗ്യമാണ്. അവിടെ വേറെ ഗസ്റ്റുകളൊക്കെ കുറെ പേരുണ്ടായിരുന്നില്ലേ? കുറെ പേര് വന്നിരുന്നു. ഉദിജിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഡിഫറെന്റ് ലാംഗ്വേജിൽ പാട്ടുകൾ പാടി ഞങ്ങൾ രണ്ടുപേരും. പിന്നെ രേഖാജി ആയിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ മെമ്മറീസ് ഉണ്ടായത് രേഖാജിന്റെ കൂടെ. പിന്നെ ആലിയ ഭട്ട്, വരുൺ ധാവൻ. വരുൺ ചേട്ടൻ്റെ കൂടെ എനിക്ക് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ആഡ് ഷൂട്ടൊക്കെ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ ഒരുപാട് ഗസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ, ഒരുപാട് പേര്. പാട്ടുകാരിയാകുമ്പോൾ എപ്പോഴും പാട്ട് പാടണം കേട്ടോ. അപ്പൊ സ്നേഹിതനെ നമുക്ക് പാടാം. ഓക്കെ, രണ്ടും കൂടെ ചേർത്ത് പാടിയാ. ഓക്കെ. സ്നേഹിതൻ. चुपके से रात की चादर तले चांद की भी आहट ना हो बादल के पीछे जले इदे अழுத்தம் इदे अணைப்பு வாழ்வினில்லை வரை வேண்டும் வாழ்வினில்லை வரை வேண்டுமே चुपके से लग जा गले रात की चादर तले. സാരിയുടെ ട്രോള് ശരിക്കും സാരി ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഹൈപ്പ് പോയത്. ഞാൻ ഇടയ്ക്ക് ചോദിക്കണമെന്ന് വിചാരിച്ച വിട്ടുപോയതാ. അറിയില്ല, എന്തൊക്കെയോ കുറെ ഘടകങ്ങളുണ്ടല്ലേ. ഇപ്പോൾ ശ്രേയ ഘോഷാലിന്റെ പറച്ചിലുണ്ട്, പിന്നെ മലയാളികളുടെ നമ്മുടെ ഒരു സ്വാർത്ഥത ഉണ്ടാവാം, ഒരു മലയാളി പെൺകുട്ടി. അതെ, ഒരുപാട് പേര് കമന്റ്സിൽ വന്നിരുന്നു പ്രൗഡ്, അതായത് ഒരു മലയാളി ബീങ് എ മലയാളി പ്രൗഡ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളികളെ സപ്പോർട്ട്. അല്ല, നമ്മുടെ പിള്ളേരൊക്കെ അവിടെ പോയിട്ട് പാടുക,
കപ്പടിച്ചു വരിക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കാരണം ഈ ഹിന്ദി നമുക്ക് അധികം സംസാരത്തിൽ ഇല്ല, ഭാഷ ഭയങ്കര പാടാണ് നമുക്ക്. അപ്പം അവിടെ പോയിട്ട് കപ്പടിച്ചു വരിക, ഇപ്പം ആവിർഭവി തന്നെ പോയിട്ട് ഹിന്ദിയിൽ തന്നെ അവൻ അവിടെ ബിഹേവ് ചെയ്തു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. നമുക്ക് മലയാളത്തിൽ വായിക്കുന്ന ഐഡിയ സ്റ്റാർ സിംഗറിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഐക്കൺ ഷോ ആണ്. അതിനകത്തും ഈ പറയുന്ന രീതിയിൽ ഒരു സ്റ്റേജ് വരെയൊക്കെ എത്തുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ സമർപ്പണം വേണ്ട ഒരു പരിപാടിയാണ്. നമ്മൾ പഠിത്തം വരെ ചിലപ്പോൾ നമുക്ക് ബ്രേക്കായി പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. സ്റ്റാർ സിംഗർ എങ്ങനെയായിരുന്നു ഒരു അനുഭവം? ഞാൻ എൻ്റെ 10th 11th 12th ഈ ഒരു ടൈമിലായിരുന്നു സ്റ്റാർ സിംഗറിൻ്റെ ഷൂട്ട് നടന്നിട്ടുണ്ടായത്. ചിത്രാമ്മ, ശരത് സാർ, വേണു അങ്കിൾ, മഞ്ജരി ചേച്ചി, സ്റ്റീഫൻ ചേട്ടൻ, അടിപൊളി എക്സ്പെർട്സ് ആണ്. ഇവരൊക്കെ പരിചയപ്പെടാൻ പറ്റി. അതായത് ഈ ഷോ ആ ഒരു സീസൺ കുറേ കാലം നീണ്ടു നിന്നിരുന്നു അതിൻ്റെ ഷൂട്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നന്നായിട്ട് അവരൊക്കെ ആയിട്ട് കമ്പനി ആവാൻ പറ്റി. ഞങ്ങൾക്കൊക്കെ ഒരുപാട് മെൻറ്ററിങ് ഒക്കെ കിട്ടി. അപ്പോൾ നല്ല ഷോ ആയിരുന്നു. ഫിനാലയിൽ വന്നതായിരുന്നു ശ്രേയാജി, ഫിനാലയിൽ വന്നിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ശ്രേയാജിനെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് മലയാള പാട്ടുകൾ പാടി. അതിനുശേഷം ഹിന്ദിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം സ്റ്റാർ സിംഗറിൽ അങ്ങനെയൊക്കെ. അപ്പോൾ ഇനി ഒരു മലയാള പാട്ട് പാടുമോ? ഓക്കെ. ഇരുൾ പരപ്പിൽ ഈറൻമുടിയിൽ തിങ്കൾ കലച്ചൂടി പറന്നുയർന്നൊരു പൊന്നുറുമിയിലെ പൊന്നായി മിന്നി നീ ഏഴിമലയിലെ ഏലമലയിലെ പീലി നീർത്തും മയിലുപോൽ നീ കനവിൽ കളിയാടുന്നു തീരാമോഹം മുടലാർന്നവനെ അലകടലൊലിയാരോ കനലൊളിയഴകാരോ തിറയുടെ വരവാരോ കലയുടെ തികവാരോ ആരോ നീയാരോ ആരോ നീയാരോ. ഈ അവിടെ ഉണ്ടാവുന്ന ഒരു സൗഹൃദ അന്തരീക്ഷമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ചെറുപ്പത്തിലാണ് പോകുന്നതെങ്കിൽ ഭയങ്കര കമ്പനി കിട്ടും. ശരസ്വറൊക്കെ ഭയങ്കര രസമായിട്ടാണ്, ചിത്ര ചേച്ചി ഭയങ്കര ക്യൂട്ടായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ചെയ്യുക. അവിടെ ആ ഒരു ബിഹേവിയറിൻ്റെ ഒരു രസമുണ്ട്. അതൊരു ഷോയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സൗഹൃദത്തിൻ്റെയും പിന്നെ നിങ്ങൾക്ക് പാട്ട് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ വരെ അവരെ വിളിച്ച് ചോദിക്കാവുന്ന ഒരു എന്താ പറയുക ഒരു ഗേറ്റ് വേ ഓപ്പൺ ചെയ്യുകയാണ്. അതൊരു ഭയങ്കര ഒരു ഭാഗ്യമല്ലേ? പിന്നെ അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ചില സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ആ സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ടോ? നല്ല മെൻറ്ററിങ് ആ സ്റ്റീഫൻ ചേട്ടനൊക്കെ. എപ്പോൾ വിളിച്ചാലും എന്ത് പറഞ്ഞു തരും സ്റ്റീഫൻ ചേട്ടൻ. അതേപോലെ മഞ്ജരി ചേച്ചി, വേണുവെങ്കിലിനെ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഞങ്ങൾ ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. വേണുവെങ്കിലിൻ്റെ 2-3 സ്റ്റേജ് ഞാൻ ചെയ്തിട്ടുണ്ട്. സൂര്യ സിംഗറിൽ പാടുന്ന സമയത്ത് എൻ്റെ ജഡ്ജായിരുന്നു വേണുവെങ്കിലും സുജാത ആൻറ്റിയും. അപ്പോൾ തൊട്ടേ അറിയാം. പിന്നെ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം വേണുവെങ്കിൽ തന്നെയായിരുന്നു ജഡ്ജ്. സൂര്യ സിംഗർ എന്ന് പറയുമ്പോൾ 2 ഷോയിലും പോയില്ലേ? തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലും ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് 8 വയസ്സ് സൂര്യ സിംഗർ ചെയ്യുന്ന സമയം. അന്ന് എനിക്ക് 8 വയസ്സ് കഥ പറയുമ്പോൾ അന്ന് തുടങ്ങിയതാണ് കളി. അപ്പൊ അങ്ങനെ വേണുവെങ്കിലും ഒക്കെ എടുക്കുമായിരുന്നു അത്ര ചെറിയ പ്രായത്തില്. അതെ. അപ്പൊ അങ്ങനെ ഇപ്പോൾ അവരെയൊക്കെ വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ അങ്ങനെ തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമല്ലേ? അതെ. വേണമെങ്കിലൊക്കെ ഇപ്പോഴും അങ്ങനെ വലിയ ഇപ്പോൾ വിഷ്ണുക്കുട്ടി തന്നെയാ. സ്റ്റാർ സിംഗറിൽ പോയതിനു ശേഷം വിഷ്ണുക്കുട്ടി എന്ന് വിളിക്കുക. അങ്ങനെ മാറ്റം. ഞാൻ അത്ര വയസ്സിന് ശേഷം, അത്ര വയസ്സൊന്നുമല്ല എന്നാലും ആ ഒരു ഇതൊന്നുമില്ല. ഇപ്പൊ എനിക്ക് 19 വയസ്സ്. ഈ 19 വയസ്സിന്റെ ഇടയ്ക്ക് ഈ ഇങ്ങനെ പങ്കെടുക്കാൻ ഏതൊക്കെ റിയാലിറ്റി ഷോയോ ബാക്കിയുള്ളത്? രസമാണല്ലേ? രസം പൊതുവെ കോമ്പറ്റീഷൻ അത്ര രസമല്ല. കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഇതുണ്ടാവുമല്ലോ. നമുക്ക് നോർമൽ സ്റ്റേജ് ഷോസ് ചെയ്യുന്ന പോലെയുള്ള ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പൊതുവെ റിയാലിറ്റി ഷോസ് എന്ന് പറയുമ്പോൾ. പക്ഷെ എന്നാലും ഇത്രയും നല്ല നല്ല ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ
ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം പക്ഷെ തന്നെയാണ്. ആ റെസ്ട്രിക്ഷൻസിനുള്ളിൽ നിന്നിട്ട് കഴിവ് കാണിക്കുമ്പോഴല്ലേ രസം എന്ന് പറയുന്നത്. ഒരു ഷോയുടെ പാക്കേജസ് ഉണ്ടാവും, ചില പാട്ടുകൾ നമുക്ക് ചിലപ്പോൾ റൈറ്റ്സ് ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളത് പാടി പ്രതിഫലിപ്പിക്കുക. ചിലപ്പോൾ നമ്മുടെ ജോണർ ആയിരിക്കണമെന്നില്ല. അതെ, അതുണ്ട് കേട്ടോ. റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൂര്യ ടി വിയിലൊക്കെ പോകുന്ന ആദ്യം എൻ്റെ അങ്ങനെയാണ്. അതുവരെ എനിക്ക് ഇന്ന് ഒരു ലാംഗ്വേജ്, ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പാടുന്നത്. ഇതിപ്പോൾ എല്ലാ ലാംഗ്വേജ് പാടണം, ഇന്ന് എല്ലാ ജോൺറസും പാടണം, അങ്ങനെയൊക്കെ ഉള്ളത് റിയാലിറ്റി ഷോയിൽ വരുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് റൗണ്ട്സ് ഉണ്ടാവും. അത് ഒരു സിംഗർ ഫിനാലെ വരെ എത്തണമെങ്കിൽ ഹി ഓർ ഷീ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ഡൂയിങ് എവറിത്തിങ് എന്നുള്ള ആ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രെയിൻഡ് ആവും, ഒബ്വിയസ്ലി നമ്മൾ ട്രെയിൻഡ് ആവും. പിന്നെ ഒരു സ്ട്രെസ്സിൽ നിന്ന് എങ്ങനെ പെർഫോം ചെയ്യാം, പാടാം എന്നൊക്കെ ഉള്ളത് ആണ് മെയിനായിട്ട് നമുക്ക് കിട്ടുക. കാരണം പൊതുവേ ഒരു എലിമിനേഷൻ റൗണ്ടൊക്കെ വരുമ്പോൾ റിയാലിറ്റി ഷോയിൽ ബീജൊക്കെ വരും, ടും 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 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കങ്ങനെ എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി. അത് മറ്റൊരു തരത്തിൽ നമുക്ക് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും സ്റ്റേജ് ഷോസിനൊക്കെ വരുമ്പോൾ പിന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തൂടെ? ഓഡിയൻസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് കേപ്പബിൾ ആവില്ലേ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്? അതെ, ഒബ്വിയസ്ലി. സ്റ്റേജ് ഷോസിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം സ്റ്റേജ് ഷോസിൽ പാടാനാ. കാരണം ജനങ്ങൾ ഇരിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ പാട്ട് പാടുന്ന സമയത്ത് അവരെ ലൈവായിട്ടുള്ള അവർക്ക് വരുന്ന ഇമോഷൻസ് എന്താണ്, അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള അറിഞ്ഞിട്ട് ഗിവ് ആൻഡ് ടേക്ക് പോലെ കൊടുക്കുന്നതാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. അത് ഭയങ്കര ഇഷ്ടം ലൈവ് ഷോസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റിയാലിറ്റി ഷോസിൽ ഇതുപോലത്തെ എക്സ്പീരിയൻസിലൂടെ പോകുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഇതുപോലത്തെ മെൻറ്ററിംഗ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ട്രെയിൻഡ് ആവും ഇങ്ങനെ പാടണം എന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരുപാട് മെൻറ്റേഴ്സ് പറഞ്ഞിരുന്നു നമ്മൾ എങ്ങനെയാണ് സിംഗിങ് സ്റ്റൈല്, എങ്ങനെ അത് ഡെവലപ്പ് ആവണം, എന്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ റാപ്പേഴ്സ് വന്നിട്ട് സീൻ പിടിക്കുന്ന ഒരു കേരളമാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ ഒരു എനർജി എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. പിന്നെ ആ റാപ്പിൻ്റെ സ്റ്റൈലും അറിയാമല്ലോ, ഹിപ്പ് ഹോപ്പാണ് അവർ കൂടുതലും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹൈ എനർജിയിൽ ഇങ്ങനെ പ്രഷറൈസ് ചെയ്ത് വിടുമ്പോൾ തിരിച്ചു കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ഇങ്ങനെ തരിച്ചു വരില്ലേ, ആ ഒരു സാധനമാണ്. അവർ നമ്മൾ തമ്മിലൊരു കണക്ഷൻ വരും, സ്റ്റേജിൽ നിന്ന് പാടുന്നവരും നമ്മൾ ഓഡിയൻസും തമ്മിലൊരു ഭയങ്കര കണക്ഷൻ വരും. പക്ഷെ മറ്റ് ഇപ്പം നിങ്ങളൊക്കെ ചെയ്യുന്നതിനകത്തൊന്നും അത്ര വലിയൊരു സ്വഭാവം ചിലപ്പോഴൊക്കെ വന്നു പോയുള്ളൂ, ചില പാട്ടുകൾക്ക് കിട്ടുമെന്നല്ലാതെ. പക്ഷെ അതങ്ങനെ ടെമ്പോ നിലനിർത്തുന്ന കാണുമ്പോൾ നിങ്ങളൊക്കെ പോയി അത് കാണുന്ന സമയത്ത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ഷോ ഇങ്ങനെ ആക്കണമെന്നാണോ? എന്താണ് അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ കൺഫൈൻ ചെയ്ത് അങ്ങനെ പാടല്ലേ, ഇന്ന് ഇത് മാത്രം പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. എന്താണോ ജനങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് അത് പാടുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറ്. ഒരു സിംഗറിൻ്റെ ഇതാണല്ലോ അത്. പിന്നെ ബാക്കി ഏതൊരു ഫീൽഡിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ സുഖമുള്ളൊരിതാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പറഞ്ഞല്ലോ, റാപ്പേഴ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഓഡിയൻസിൻ്റെ എനർജി, ബാക്കിയെല്ലാം നമ്മളൊരു സ്പേസിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നു, ആരും അറിയുന്നില്ല, അത് പുറത്ത് പോകുന്നു, അങ്ങനെയല്ലേ. അപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈവായിട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. അതെ, ലൈവാണ്, അത് ഭയങ്കര രസമാണ്. അപ്പോൾ അത് പാടിക്കൊടുക്കാന്നല്ലോ. പിന്നെ ഒരു ശരിക്കുള്ളൊരു ലിസണർ, പാട്ട് ആസ്വദിക്കുന്ന ആൾക്ക് അങ്ങനെ ഇന്ന പാട്ട് വേണമെന്നൊന്നുമില്ല. അതിപ്പം SPB സാറിൻ്റെ പാട്ടുകൾ ആസ്വദിക്കുന്ന എത്രയോ പേരുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് SPB സാറിൻ്റെ പാട്ട് കേട്ടാൽ ഇപ്പോഴും കരയും ആള്. വെറുതെ TV യിൽ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കേൾക്കായിരിക്കും, പക്ഷെ ഇങ്ങനെ കരയും. അത് പക്ഷെ ഇന്ന പാട്ടായിരിക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഡിഫറെൻറ്റ് ഇമോഷൻസ് വരും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്, പല പല നല്ല നല്ല പാട്ടുകൾ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട്. പാട്ടുകാരി മുമ്പിലിരുന്ന് എന്തായാലും പാടണം. എനിക്ക് തോന്നുന്നു ശരത് സാറിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ശരത് സാറിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് പാടിയല്ലോ? ശരത് സാറിൻ്റെ പാട്ട് ഓക്കെ പാടാം. ശരത് സാറിൻ്റെ കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ പാടണം, ശരത് സാർ ആയതുകൊണ്ട്. സാർ കുട്ടി പാടാൻ പോകുന്നുണ്ട്, ശ്രദ്ധിച്ചോളാം. ചിലപ്പോ നാളെ വരും. പിന്നെ എന്തായിരുന്നു വിളിക്കുക, ഭൂതെന്നോ എന്തോ വിളിക്കൂ ശരത് സാറെ. കുട്ടിച്ചാത്താന്ന്, അതെ കുട്ടിച്ചാത്താന്ന് വിളിക്കും ശരത് സാർ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ.
ഈ കാറ് ഡ്രൈവ് ചെയ്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് വിട്ടില്ലേ, അതേപോലെ നിങ്ങൾ ഓരോ ഇതിലൂടെ പോകുമ്പോൾ ഞാനും ആ ഇതിലൂടെയൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ ഉള്ളുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കും ഇങ്ങനെ പാടാൻ വേണ്ടിയിട്ട്. നിങ്ങളെ കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ട്. സാറ് പറഞ്ഞിട്ടുണ്ട് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും പാടിയ പാട്ടാണ് ശ്രീരാഗം. ഇനി പുള്ളിയും കൂടെ പാടാൻ ബാക്കിയുള്ളൂ. പാട്ടിന്റെ വഴിയിൽ എനിക്ക് തോന്നുന്നു ക്ലാസിക്കല് കർണാട്ടിക്കാണോ പഠിച്ചത്? ഞാൻ ചെറുപ്പത്തിൽ കർണാട്ടിക്കായിരുന്നു പഠിച്ചത്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട് എനിക്ക്, ഒരുപാട് പേരെടുത്ത് ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. കർണാട്ടിക്ക മാത്രമേ പഠിച്ചിട്ടുള്ളൂ? കർണാട്ടിക്ക പഠിച്ചത്. എനിക്ക് ഹിന്ദുസ്ഥാനി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അത് നോർത്ത് ഇന്ത്യയിൽ തന്നെ പോയി പഠിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം. അവിടെ മുംബൈയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ പൊതുവെ എനിക്ക് അതിനോട് ഒരു ഫാസിനേഷൻ ഉണ്ട് ഇപ്പം. അപ്പം പൊതുവെ ഇപ്പം നമ്മൾ ഹിന്ദി റിയാലിറ്റി ഷോയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സിംഗേഴ്സ് എന്ന് പറയുമ്പം ഹിന്ദുസ്ഥാനി ട്രെയിൻഡ് ആണ്. അപ്പോൾ ആ ഒരു ഇതിനോട് എനിക്കൊരു അട്രാക്ഷൻ വന്നിട്ടുണ്ട് ഹിന്ദുസ്ഥാനിനോട്. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതെ, ഏതായാലും പെട്ടെന്ന് നടക്കട്ടെ. എല്ലാം അതിനകത്തൂടെ പോകുമ്പോഴാണല്ലോ നമുക്ക് ശരിക്കും അതിന്റെ ഉള്ളൊക്കെ മനസ്സിലാവുക. നമ്മൾ പുറത്ത് നിൽക്കുമ്പോഴത്തേക്ക് പറയുന്നത് പോലെ അല്ലല്ലോ. ഇനിയൊരു വിദ്യാസാഗർ പാട്ട്. കാറ്റോട് മേഘം മെല്ലെ ചൊല്ലി സ്നേഹാർദ്രമേതോ സ്വകാര്യം. അങ്ങനെയൊക്കെ ചെയ്യണം, ഇല്ലെങ്കിൽ രസമില്ല. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അത് ഭയങ്കര ഭംഗിയുള്ള പരിപാടിയാണ്. പുതുതായി കേൾക്കുക എന്ന് പറയുന്നത് നമുക്ക് ആ ഫ്രഷ്നെസ് കൂടും. ചിലർ അംഗീകരിക്കില്ല, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ ഒരു ഇംപ്രവൈസേഷൻ്റെ കാലത്ത് ഇപ്പോൾ സ്റ്റാർ സിംഗറിൽ പോലും അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ അനുവദിക്കുന്നുണ്ട്. നല്ല പരിപാടി. നിങ്ങൾക്ക് ശരിക്കും പാട്ടെന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി പാട്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒരാളുടെ പ്രൊഫഷൻ എന്താണെന്ന് നോക്കിയിട്ട് നമ്മളത് പഠിക്കുവാണല്ലോ. ചിലപ്പോൾ നമുക്ക് വേറെ ഇൻട്രസ്റ്റുകൾ ഉണ്ടാവാം. അതേപോലെ നിങ്ങൾക്ക് ശരിക്കും പാട്ട് തന്നെയാണോ നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ്? അതായത് പാട്ടിങ്ങനെ പാടുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ പാടുന്നതാണോ? പാട്ട് പഠിച്ചു പോയത് കൊണ്ട് നമ്മൾ റിയാലിറ്റി ഷോസിന് പോകുന്നതാണോ? അതേ ഉള്ളിൽ പാട്ട് തന്നെയാണോ? അത് ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് എനിക്കറിയില്ല, ഇങ്ങനെ പാടുമെന്നൊന്നും അച്ഛനമ്മയ്ക്ക് അറിയില്ലല്ലോ. അപ്പം ഞാൻ അമ്മേൻ്റെ പഴയ കുഞ്ഞി ഫോൺ എടുത്തിട്ട് ഇങ്ങനെ അലൈപ്പായുതേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട് കൃഷ്ണൻ്റെ. അപ്പം അതിങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മേലേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആ പാട്ട് ചെവിൻ്റെ അടുത്ത് വെച്ചിട്ട് കൂടെ ഇങ്ങനെ പാടുമായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരുന്നിട്ട് അതിൽ ഞാൻ ഹാപ്പി. പിന്നെ വീട്ടിലെ ആൾക്കാർ വരുന്ന സമയത്ത് മോളൊരു പാട്ട് പാടുന്ന പറയുമ്പോൾ പാട്ട് പാടിക്കൊടുക്കും. അപ്പോൾ അവരുടെ റിയാക്ഷൻ കാണുമ്പോഴുള്ള ആ സന്തോഷമൊക്കെ. അപ്പോൾ പാട്ടിനോട് പൊതുവെ ഒരു ഇഷ്ടമാണ്. പിന്നെ പഠിച്ച് ഇതുപോലെ പാടിയൊക്കെ തുടങ്ങിയതിന് ശേഷം ഇപ്പം എന്തൊരു കൺഫ്യൂഷൻ തോന്നും ഒരു പാട്ട് പാടിയാ, അല്ലെങ്കിൽ കുറച്ച് സങ്കടം തോന്നുമ്പോൾ അപ്പോൾ കുറച്ച് നേരം പാട്ട് പാടിയിരിക്കുക. സ്ട്രെസ്സ് വരുമ്പം കുറച്ച് നേരം പഠിക്കാനൊക്കെ പറ്റിയില്ലെങ്കിൽ, എക്സാംസിൻ്റെ സമയത്തൊക്കെ പഠിച്ച് തീർന്നിട്ടില്ലെങ്കിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെറുതെ ചുമ്മാ പാട്ടൊക്കെ പാടിയിരിക്കുമ്പോൾ ഒരു സുഖമാണ്, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ പാട്ടെന്ന് പറയുമ്പം അത്രയും ക്ലോസ് ടു ഹാർട്ടാണ്. ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ പാട്ട് ഉള്ളിലുണ്ടാവണം. ഇപ്പോൾ നമ്മളത് പഠിച്ചു വന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മളിതിങ്ങനെ ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ളിൽ എത്രത്തോളം പാട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിലരുടെ ശരീരത്തിൽ കംപ്ലീറ്റ് പാട്ടാണെന്ന് നമുക്ക് തോന്നും. അത്രയ്ക്കും ഭയങ്കര ഒരു സ്നേഹം ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ പാട്ടിനെ കുറിച്ച് പറയുമ്പോഴും സത്യത്തിൽ ഈ ബാക്കി എൻ്റെ കൂടെയുള്ള ചിലപ്പോൾ 10 പേരെന്ന് പറയുന്നത് എന്നെക്കാളും ഏറ്റവും മുമ്പിൽ, ഞാൻ ഏറ്റവും പുറകിലായിരിക്കും ചിലപ്പോൾ പാട്ടിൻ്റെ കാര്യത്തിൽ. അങ്ങനെ പാട്ടിനെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുന്നവർക്കൊക്കെ പാട്ട് ഇങ്ങനെ രക്തത്തിൽ അലിഞ്ഞ ചില പാട്ടുകാരെ കാണുമല്ലോ. എന്താണ് ശരിക്കും, അതാണ് എൻ്റെ ചോദ്യം. എത്രത്തോളം ഇങ്ങനെ അലിഞ്ഞാണ് പാട്ടിനോട് നമ്മൾ ആ യാത്ര നടത്തുന്നതെന്നാണ് ചോദ്യം. പാട്ട് എന്ന് പറയുന്നത് ലൈഫിൻ്റെ ഒരു ഇപ്പം മെയിൻ പാർട്ടായി മാറിയല്ലോ പാട്ട് എന്ന് പറയുമ്പം. പണ്ടൊക്കെ നമുക്കറിയില്ല അതെങ്ങനെയാണ്, ജസ്റ്റ് പാടുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ അത് പാട്ടില്ലാണ്ട് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഷോസിലും ബാക്കി ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ ആണ് ഇത് ബൂസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഇമോഷൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പാട്ടുകൊണ്ട് മറികടക്കാൻ കഴിയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉള്ളിലുണ്ടെന്നാണ്. ചെറിയ പ്രായത്തിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഏത് പ്രായത്തിൽ എത്തുമ്പോഴായിരിക്കും ഇത് ശരിക്കും പാട്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്, നമ്മൾ അങ്ങനെ തന്നെ കാണണം എന്നൊക്കെ തോന്നിയത്? ശരിക്കും ചെറുപ്പത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അച്ഛനും അമ്മയായിരുന്നു കൂടുതൽ എന്നെ പാട്ട് കൊണ്ടുപോകാനും പാട്ട് പഠിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ഇത് കൂടുതൽ സീരിയസ് ആയിട്ട് കാണിച്ചു തരുന്നത്. ഇപ്പോഴും അതെ, അച്ഛനും അമ്മയ്ക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും പാട്ട് പാടിയില്ലെങ്കിലും അത് ഭയങ്കര ഇതായിട്ട് പറയും, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയും പാട്ട് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്, ഇത് എത്ര വലിയൊരു സംഭവമാണെന്നുള്ള കാര്യം. അപ്പോഴാണ് ഞാൻ ഇതിനു വേണ്ടി ശരിക്കും ഇതിങ്ങനെ ഒരു സംഭവമാണെന്നുള്ള റിയലൈസേഷൻ എനിക്ക് വരുന്നത്.
അത് എന്തുകൊണ്ട് മുന്നേ ഉണ്ടായില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ മനസ്സിലായി എനിക്ക് അത് അങ്ങനെ. അപ്പം ഞാൻ തന്നെ എഫേർട്ട് എടുത്ത് അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക, ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓരോ സോങ്സ് എടുക്കുക, പഠിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങുന്നത്. അതിപ്പോൾ കുറച്ചായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെയാണ് ഈ നല്ല ഗായകരെ കാണുമ്പോൾ നമ്മൾ അതേപോലെ ആവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത് നമ്മൾ ചിലരെയൊക്കെ അനുകരിക്കാനോ അതേ സ്റ്റൈലിൽ തന്നെ പാടാനോ ഒക്കെ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടും. ഒരു അസൂയായിട്ടല്ല അതിനെ കാണുക, നമുക്കതിനെ കിട്ടണം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രായം അതാണ്. അപ്പം അത് തന്നെ ആർജിച്ചെടുക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യോ, ഇങ്ങനെ തന്നെ വരുത്തിയേ പറ്റൂ, ഇങ്ങനെ പാടണം? അതായത് ഇപ്പോൾ ഒരു സിംഗറിൻ്റെ ഒരു പാട്ടെടുത്തു, അപ്പോൾ എനിക്കൊരു സാധനം കിട്ടിയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പാട്ടുണ്ട് യേശുദാസ് സാർ പാടിയ ഹിന്ദിയിൽ, ഗംഗേക്കര മന്നനടി കണ്ണൻ മല കണ്ണനടി, അതിലൊരു സംഭവം கண்மணியேராதையெனும் காதலியே நான் விரும்பும் பெண்மணியே ஆடை கட்டும் பைங்கிளியே கண்ணன் வந்தான் பாட்டிசைக்க கவலைகளை விட்டுவிடு கால் சலங்கை சத்தமிட மேடையிலே வட்டமிடு സംഭവമുണ്ട്. അത് ഈ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് 10 വയസ്സുള്ളപ്പോൾ സൺസിംഗറിൽ പാടുന്ന സമയത്ത് രാകേഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അറിയായിരിക്കും, സി ടി വിയിലൊക്കെ ജൂറി ആയിട്ട് ഇരുന്ന രാകേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സിംഗറാണ്. അപ്പോൾ ആളിങ്ങനെ പറഞ്ഞു ഈ പാട്ട് പാടണം, സെമി ഫൈനലിലോ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു സാധനം ആ പാട്ടിലുണ്ട്, ഞാൻ ഇതെങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും, ഈ ഒരു പ്രത്യേക എന്നുള്ളൊരു സംഭവം. അപ്പം എനിക്ക് വരുന്നില്ല, ഞാനിത് കേട്ടിട്ട് മനസ്സിലാവണ്ടേ. അന്ന് എനിക്കറിയില്ല ഈ പാട്ട് സ്ലോ ആക്കി കേൾക്കുന്ന ഒരു ആപ്പ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അപ്പോൾ എന്നിട്ട് ആ സ്പീഡ് കുറച്ച് സംഗതികൾ ബ്രേക്ക് ചെയ്ത് പഠിക്കുക, അപ്പോൾ ഈസി ആയിരിക്കും. അപ്പം അന്നൊക്കെ ഇതിനോടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് പഠിക്കുമല്ലോ. അപ്പം ഇതിങ്ങനെ പഠിക്കണം ഈ ഒരു ടൈം ഇത് പഠിച്ചിരിക്കണം എന്നുള്ള ഒരു സംഭവം വരുന്നത്. പിന്നെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അത് ഞാൻ പലരും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, നമ്മളൊരു സിംഗറിൻ്റെ വോയിസ് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സ്ട്രെയിൻ ആവില്ല, നമ്മളത് വോയിസിനും കേടാണ്, മൊത്തത്തിൽ അത് സ്ട്രെയിൻ ആയിരിക്കും ഒരു സിംഗർ. എനിക്ക് എൻ്റെ വോയിസിൽ പാടുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, ആ ഒരു ഫ്രീഡം ഉണ്ടാവും വിത്തിൻ നമുക്കുണ്ടാവും. അപ്പോൾ എൻ്റെ വോയിസിൽ തന്നെ ആ സിംഗർ പാടി വെച്ച ആ സാധനം ഞാൻ അങ്ങനെ തന്നെ പഠിക്കും, അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഞാൻ ആ പാട്ട് പാടി കുറേ കാലമൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നും ഇവിടെ എന്തെങ്കിലും ഒരു ഇംപ്രവൈസേഷൻ ചെയ്താലോ എന്നൊക്കെ, അപ്പം ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ. വിഷ്ണുമായിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയില്ല? എനിക്കിഷ്ടമുള്ളൊരു പാട്ട്, അച്ഛൻ പഴയ പാട്ട് ഹിന്ദി പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാറുണ്ടായിരുന്നു പണ്ട് തൊട്ടേ വീട്ടിൽ റേഡിയോയിലൊക്കെ. പഴയ ഹിന്ദി പാട്ടിൻ്റെ ഫാൻ അച്ഛൻ. അപ്പോൾ ഈ ലതാജീൻ്റെ ഒക്കെ ലഗ്ജാഗലെ എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്രേയാജി പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ലഗ്ജാഗലെ ഭയങ്കര ഫേവറേറ്റ്സ്, അത് ഓൾ ടൈം ഫേവറേറ്റ്, എത്ര കേട്ടാലും മടുക്കാത്തൊരു പാട്ടത്. അപ്പം അത് പാടും. जी भर के देख लीजिए हमको करीब से. ശരിക്കും ഇപ്പോൾ പഠിക്കുന്നത് പാട്ടല്ലാതെ? BCA സെക്കൻഡ് ഇയർ ചെയ്യാം. വേറെന്തൊക്കെ ആക്ടിവിറ്റീസ് പാട്ടല്ലാതെ? അഭിനയത്തിൽ എനിക്കറിയില്ല, അഭിനയിക്കാൻ പറ്റുമായിരുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഹിന്ദിയിലൊക്കെ പോയപ്പോൾ അവർ കുറേ അഭിനയിപ്പിച്ചു, അപ്പം അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെന്താ ഉറങ്ങുക, അതൊക്കെയാണ് ഞാൻ മെയിൻലി ചെയ്യുന്ന കാര്യം. ഉറങ്ങലാണ്, അത് വിട്ടൊരു കളിയില്ലായിരുന്നു, ഉറക്കം കുറച്ച് കൂടിപ്പോയി എന്നൊക്കെ. പിന്നെന്താ പ്രോഗ്രാമിന്റെ മുന്നേ അങ്ങനെ തൊട്ട് മുന്നേക്ക് തണുപ്പ് കഴിക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ആ നേരത്തെ ഒന്നും പോയിട്ട് കഴിക്കാറില്ല, പക്ഷെ പൊതുവെ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നോ പിന്നെ ഇതെനിക്ക് പിന്നീട് ഒരു പ്രശ്നമായിട്ട് ആവാറുണ്ട് പിന്നെ അത് കഴിക്കുമ്പോൾ. സോ ശീലിപ്പിക്കുകയാണ് എല്ലാം കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ പൊതുവെ ഇങ്ങനെ ചിന്തിക്കാറില്ല. പിന്നെ ഫാമിലീൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അച്ഛനമ്മ ചേച്ചി എപ്പോഴും കൂടെ വേണം എനിക്ക്. ആരാധകരെ എങ്ങനെയാണ് ശാന്തരാക്കുന്നത്?
ആരാധകരെ ശാന്തരാക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല. ഇല്ല. ഇൻസ്റ്റയിലൊന്നും പോയിട്ട് പ്രതികരിക്കുന്നില്ല ആരാധകരോട്? റിപ്ലൈ കൊടുക്കാറുണ്ട് ഞാൻ. ഒരുപാട് പേര് ഇപ്പോൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ലോങ് നോട്ടൊക്കെ എഴുതി അയക്കും. അപ്പോൾ അവർ അത്രയും എഫേർട്ട് ഇട്ട് നമുക്ക് വേണ്ടി അത്രയും അവർ പറയാന്ന് തന്നെ പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ. അച്ഛനും അമ്മയും പൊതുവെ അങ്ങനത്തെ കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, പാട്ട് പഠിക്കുക പാടുക എന്നുള്ളത് പറയുന്നതിലും കൂടുതൽ പഠിപ്പിക്കാറ് എന്നെയും എൻ്റെ സിബ്ലിംഗ് ചേച്ചീനെയും. ഈ എങ്ങനെ ആൾക്കാർ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്ന സമയത്ത് അവർക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള സംഭവം ചെറുപ്പം തൊട്ടേ ഞങ്ങളെ ഗൈഡ് ചെയ്യാറുണ്ട്. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഏതൊരു വലിയ പൊസിഷനിലെത്തിയാലും നമ്മൾ ഏത് ജോലിയിലാണെങ്കിലും അതാണ് മെയിൻ. അതില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പറയാറുണ്ട്. അപ്പം അത് ചിലപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ ബാക്കിൽ നിന്ന് ആരെങ്കിലും ചിരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അമ്മ അത് ശ്രദ്ധിക്കും. അങ്ങനെ അത് അറിയുന്ന പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അമ്മ പറയും, വഴക്ക് പറയും, ഇങ്ങനെ ചെയ്യണം നമ്മൾ എന്നുള്ളത്. റെസ്പോണ്ട് അവർ സ്നേഹം കൊണ്ട് ചെയ്യുന്നില്ല, ഞാനത് അറിയാതൊക്കെയാണ്, പക്ഷെ അങ്ങനെ. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആരാധക ശല്യമായി തുടങ്ങിയിട്ടില്ല? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഹിന്ദിയിലൊക്കെ കഴിയുമ്പോൾ അവിടുത്തെ മോളിലൊക്കെ ഇറങ്ങുമ്പോൾ എൻ്റെ വിഷ്ണുമായ എന്നുള്ള ശരിക്കുള്ള പേര് ആർക്കും അറിയില്ലായിരുന്നു. ശങ്കർജി ചോട്ടി ചിത്ര എന്നൊരു പേരിട്ടു. പിന്നെ മൊണാലി മാം ഈ ദീപിക പാടുക്കോന്റെ ഡയലോഗ്സ് പറയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ എപ്പിസോഡിലും. അപ്പോൾ അതിൽ തങ്കവലി എന്ന് ചെന്നൈ എക്സ്പ്രസ്സിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ട് തങ്കവലി ചോട്ടി ചിത്ര എന്ന് പേരിട്ടുണ്ട്. എല്ലാവരും തങ്കവലി തങ്കവലി എന്നാണ് വിളിക്കുക. മോളിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ ഇറങ്ങുന്ന തങ്കവലി അല്ലേ, ആ തങ്കവലി വരാന്ന് ചോദിക്കും. വിഷ്ണുമായ എന്ന് പറയും. പിന്നെ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് ആ സമയത്ത് അവർ ചെക്ക് ചെയ്യും എൻ്റെ പേര് തങ്കവലി എന്നാണ് പറയുന്നത്. അപ്പോൾ ലിസ്റ്റിലുണ്ടോന്നൊക്കെ അവരുടെ ആ കുട്ടിയാണോ? അതെ. അപ്പോൾ പേര് വേറെയാണോ ചോദിച്ചു. ഞാൻ വിഷ്ണുമായ എന്ന പേര്. അങ്ങനെ നമുക്കൊരു പാട്ടുകൂടെ പാടി അവസാനിപ്പിക്കാം. नैनों के द्वारे आने के वादे बांधे ऐसे बोलूं का है, चौकट पे दिल की आहट रखी है, ताकूं पे है तोरे साये, उन बिन उन्हें मनाए, उन बिन कभी जो उनको रिझाए, उन बिन चले है मोरा ये जिया है, बहने ना भरे मोरे नैना, झरे मोरे नैना, मुहे नैना सुने नाई कहना, भरे मोरे नैना, बहने ना भरे मोरे नैना, झरे मोरे नैना, मुहे नैना सुने नाई कहना, भरे मोरे नैना. വാവ്, താങ്ക് യു. ഒരു ഇന്റർവ്യൂവിന്റെ ടെൻഷൻ ഇല്ലാതെ ഞാൻ ആസ്വദിക്കായിരുന്നു നിങ്ങൾ പറയുന്നതൊക്കെ. ഒരുപാട് ഇഷ്ടമായി രശ്മി ശങ്കറിന്റെ ക്വസ്റ്റ്യൻസും. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഒരുപാട് മക്കളെ. ഓക്കേടാ, താങ്ക് യു.